ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഹെയർ ഓയിലിന്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. താരനും മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഉപയോഗിച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണിത്. നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന ഔഷധ സസ്യങ്ങളൊക്കെ വച്ചിട്ട് കാച്ചിയെടുക്കുന്ന ഒരു എണ്ണയാണിത്. മുടി തഴച്ചു വളരാനും ഉത്തമമാണ് ഈ എണ്ണ. എൻ്റെ അമ്മൂമ്മ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു എണ്ണയാണിത്. അമ്മൂമ്മ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നത് മാത്രം. ആദ്യം ഈ എണ്ണയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മൈലാഞ്ചി ഇല വേണം. മൈലാഞ്ചി കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണ തേച്ചാൽ തലമുടി നല്ല കറുപ്പ് വരും, പിന്നെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. മുടിക്ക് ആരോഗ്യമേകുന്നതും അകാലനരയെ പ്രതിരോധിക്കുന്നതുമായ ഔഷധ ഗുണങ്ങൾ കറിവേപ്പിലക്കുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തുളസി എടുക്കാം. തുളസി മുടിക്ക് തിളക്കം കൂട്ടുവാനും ഉള്ളു കൂടുവാനും സഹായിക്കുന്നു. പിന്നെ വേണ്ടത് കറ്റാർ വാഴയാണ്. വളരെയധികം ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് കറ്റാർ വാഴ. ഇതിന്റെ ഇലച്ചാർ ലേപനമായും എണ്ണ കാച്ചുന്നതിലുള്ള നീരായും ഉള്ളിൽ കഴിക്കുന്ന ഔഷധമായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മുടി വളരാനും താരൻ, മുടി കൊഴിച്ചിൽ എന്നിവ അകറ്റാനും കറ്റാർ വാഴ ഉത്തമമാണ്. പിന്നെ കുറച്ച് കയ്യൂന്നി എടുക്കാം. ഇത് നമ്മുടെ തലക്ക് നല്ല തണുപ്പ് നൽകുന്നു. ഇത് അരച്ച് വെളിച്ചെണ്ണയെ കാച്ചിയ തലവേദന, കണ്ണിന്റെ അസുഖം, മുടി കൊഴിച്ചിലൊക്കെ ശമിക്കുന്നുണ്ട്. പിന്നെ 3-4 ചെമ്പരത്തിയുടെ പൂവ് എടുക്കാം. ഇത് നല്ല ഔഷധ സ്ഥിതിയുള്ള ഒരു പൂവാണ്. തലയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുക വഴിയാണ് ചെമ്പരത്തി എണ്ണ മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളി എടുക്കാം. ഇത് നല്ല മുടി സംരക്ഷണത്തിന് നല്ലപോലെ സഹായിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുക വഴി മുടി വളർച്ച ഇരട്ടിയാക്കുന്നു. പിന്നെ ഇതിന് ധാരാളം ആന്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ താരൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. അകാലനര തടയാനും നല്ലതാണ് ചെറിയ ഉള്ളി. ഇനി നമുക്ക് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ആദ്യകാലത്തൊക്കെ അരകല്ലിലാണ് ഇതൊക്കെ അരച്ചെടുത്തിരുന്നത്. ഇപ്പൊ പിന്നെ അരകല്ലൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി. ചെമ്പരത്തി പൂവ് ചേർത്ത് കൊടുത്തു. ഇനി ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. തീരെ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന കയ്യൂന്നി ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കയ്യൂന്നി മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറ്റാർ വാഴ ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് മൈലാഞ്ചി ഇലയാണ്. മൈലാഞ്ചി ഇലയും അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല മാത്രം ചേർത്താൽ മതി. തണ്ടുകൂടി ചേർക്കുമ്പോൾ അരഞ്ഞു കിട്ടാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇല മാത്രം ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ഇതുപോലെ തണ്ടു മാറ്റി ഇല മാത്രം ചേർത്താൽ മതി. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന തുളസി ഇല കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. തീരെ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. എണ്ണ കാച്ചുന്നത് ഒരു ഉരുളിയിലാണ്. ഉരുളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ അരച്ച കൂട്ട് എണ്ണയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. ഒരു 25 മിനിറ്റെങ്കിലും എടുക്കും ഈ എണ്ണ ശരിക്കും റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ഇല നന്നായിട്ട് വെളിച്ചെണ്ണയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിക്ക് പറ്റാതെ ഒന്ന് നോക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. നമ്മൾ എന്നാലും ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 10-25 മിനിറ്റ് കൂടി ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയി. നന്നായിട്ട് തിള വരുന്നുണ്ട്. നമുക്കിത് ഒന്നുകൂടി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതൊരു ചെറിയൊരു കുറുകുന്ന പാകമാകുന്നത് വരെ ഇളക്കണം. പിന്നെ ഇത് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു സൂത്രമുണ്ട്. കുരുമുളകിന്റെ വള്ളിയില്ലേ, അതിൻ്റെ ഇല ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇല പെട്ടെന്ന് എണ്ണയിൽ കിടന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എണ്ണ റെഡി ആയിട്ടുണ്ടെന്നാണ്. പിന്നെ അതിലെന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ
ഈ ഇലയിൽ അബ്സോർബായി കിട്ടാൻ കൂടിയിട്ട് വേണ്ടിയാണ് ഇങ്ങനൊരു സൂത്രം ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരു കുപ്പിയിലേക്കൊക്കെ മാറ്റാൻ പാടുള്ളൂ. മാറ്റുമ്പോൾ നമ്മൾ അരിച്ചിട്ട് വേണം മാറ്റാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനിവിടെ അരിപ്പ വച്ചിട്ടുണ്ട്. അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം കുപ്പിയിലേക്ക് മാറ്റാനായിട്ട്. അങ്ങനെ മുടി തഴച്ചു വളരാനായിട്ടുള്ള അമ്മൂമ്മയുടെ സ്പെഷ്യൽ എണ്ണ കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന ചെടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന എണ്ണയല്ലേ, നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് മുടിയിൽ തേക്കാതെ നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം. എന്നിട്ട് ഒരു അരമണിക്കൂർ നിന്നതിന് ശേഷം തലമുടി കഴുകുന്നതാണ് നല്ലത്. അങ്ങനെ നിങ്ങൾ ദിവസേന ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. താരനും പിന്നെ അകാലനരയും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അത് മാറിക്കിട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉത്തമമായിട്ടുള്ള ഒരു എണ്ണക്കൂട്ടാണിത്. തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. താങ്ക് യു.